പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തി. ചേതോങ്കര സ്വദേശി അമ്പാടിയാണ് കൊല്ലപ്പെട്ടത്. റോഡിൽ നിൽക്കുകയായിരുന്ന അമ്പാടിയെ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. റാന്നി ബിവറേജസിന് സമീപമുണ്ടായ സംഘർഷത്തെ തുടർന്നായിരുന്നു ഇന്നലെ രാത്രിയിൽ കൊലപാതകം ഉണ്ടായത്. സംഭവശേഷം കാർ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ 3 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. മന്ദമരുതി ഭാഗത്ത് വെച്ചാണ് ഈ കൊല നടക്കുന്നത്. അരിങ്കൊലയാണ് നടന്നത്. ഇതിന് മുൻപ് ഒരു സംഘർഷം റാന്നി ബിവറേജിന് സമീപത്ത് വെച്ച് സംഭവിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് ഇതൊരു അപകടമാണ് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് എത്തിയത്. അത് സംബന്ധിച്ചിട്ടുള്ള FIR ആയിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ചില സംശയങ്ങൾ രൂപപ്പെടുകയും ആ സംശയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് പോലീസ് എത്തുകയും പ്രതികളെ കേന്ദ്രീകരിച്ച് പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തത്. ഇന്നലെ രാത്രിയോടുകൂടി റാന്നി ബിവറേജിന് മുൻപിൽ 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള സംഘർഷം ഉണ്ടാകുന്നു. ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട അമ്പാടിയും ഉണ്ടായിരുന്നു. അമ്പാടി ഉൾപ്പെടുന്ന ഒരു വിഭാഗവും മറ്റ് ചില ആളുകളും തമ്മിലായിരുന്നു സംഘർഷം. ഈ സംഘർഷത്തെ തുടർന്ന് അതിനുശേഷം മന്ദമരുതി ഭാഗത്തേക്ക് അമ്പാടി എത്തുന്നു. 8 മണിയോടെ അമ്പാടി എത്തിയതിനു ശേഷം മറ്റൊരു സംഘാംഗം അമ്പാടിയുമായി സംഘർഷത്തിൽ ഏർപ്പെട്ട മറ്റൊരു സംഘം ഈ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. കാറിന് പുറത്തേക്ക് റോഡിൽ ഇറങ്ങി നിന്നിരുന്ന അമ്പാടിയെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം അമ്പാടിയുടെ ശരീരത്തിന് മുകളിലൂടെ കാർ കയറ്റിയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് പോലീസ് എത്തിയത്. പോലീസിന് അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. ഈ ഭാഗത്തു നിന്നും അമ്പാടിയുടെ മൊബൈലും അടക്കമുള്ള ചില കാര്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ സംഘങ്ങൾ തിരിഞ്ഞ് ആക്രമണം നടത്താൻ ഗുണ്ടാ സംഘങ്ങൾ പോലെയുള്ള രീതിയിൽ സംഘങ്ങൾ തിരിഞ്ഞുകൊണ്ടുള്ള ചേരിതിരിഞ്ഞുള്ള സംഘർഷം ഉണ്ടാകാനുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനു മുൻവൈരാഗ്യം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. 3 പ്രതികളാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. അജോയ്, ശ്രീകുട്ടൻ, അരവിന്ദനാണ് ഈ കാർ ഓടിച്ചിരുന്നത്. സ്വിഫ്റ്റ് കാറായിരുന്നു. ഈ കാർ ഓടിച്ചിരുന്ന അരവിന്ദൻ, അജോയ്, ശ്രീകുട്ടൻ ഈ 3 പേരെ കണ്ടെത്തുന്നതിന് വേണ്ടി വ്യാപകമായിട്ടുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ പ്രതികളെ പിടികൂടുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കൊലപാതകം ആദ്യഘട്ടത്തിൽ അപകടം എന്ന് വിലയിരുത്തിയിരുന്ന ഒരു സംഭവം, അതിനുശേഷം വിശദമായിട്ടുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.